നമസ്കാരം. പ്രതീക്ഷകളോടെ പുതിയ ഒരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മാസം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് മുൻകൂട്ടി അറിയുക പ്രയാസമേറിയ കാര്യം തന്നെയാകുന്നു. എന്നാൽ തൊടുകുറിയിലൂടെ അത് സാധ്യമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം. തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ മാസം സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. ആദ്യത്തെ നമ്പർ 1111 ആണ്. രണ്ടാമത്തെ നമ്പർ 4444 ആകുന്നു. ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാസം ഏറ്റവും ശുഭകരമായി തീരണം, വന്നു ചേരുന്ന ഏറ്റവും ദുർഘടകരമായ കാര്യങ്ങളെപ്പോലും തരണം ചെയ്ത് ഏറ്റവും ശുഭകരമായി ഈ മാസം മാറണം എന്ന് പ്രാർത്ഥിക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നമ്പറായ 1111 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. മനസ്സിലുള്ള പല കാര്യങ്ങളും, മനസ്സിൽ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നതായ പല കാര്യങ്ങളും അതിൽ തെറ്റാണ് അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിയും. അതിനാൽ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ പല കാര്യങ്ങളിലും എളുപ്പത്തിൽ വിജയം നേടുവാൻ സാധിക്കണം എന്നില്ല. കഠിനാധ്വാനം അനിവാര്യമായി തീരും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു കാര്യം വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. ചില അനുകൂലമായ വാർത്തകൾ വന്നു ചേരാം. അതായത് വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അതിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള അല്ലെങ്കിൽ നടത്തിയെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയം കാണും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബന്ധുക്കൾ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറാം. അത്തരത്തിൽ ചിലരുമായി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുകയോ തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ഓരോ വാക്കുകൾ പറയുമ്പോഴും പ്രയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരിക്കലും എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം വന്നു ചേരുന്നതായ പലവിധ സൗഭാഗ്യങ്ങളും മറ്റുള്ളവർക്ക് അസൂയ സൃഷ്ടിക്കാം. അതിനാൽ തന്നെ ശത്രുദോഷം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ അത് ശത്രുദോഷത്തിന് കാരണമാകാം. അതിനാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അത് ശ്രദ്ധയോടെ നോക്കിക്കണ്ട് മുന്നോട്ട് പോവുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ ഒരു മാസമായി തന്നെ ജൂലൈ മാസം മാറും. രക്ഷപ്പെടുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ഒരു കാര്യവും പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ വന്നു ചേരുന്ന അവസരങ്ങൾ തട്ടിക്കളയുവാൻ പാടുള്ളതല്ല. ശരിയായ രീതിയിലുള്ള ചിന്ത നിങ്ങൾക്ക് അനിവാര്യമായി വരും. അതിനാൽ അത്തരത്തിൽ ചിന്തിച്ച് മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ജീവിതത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട്.
എന്നാൽ അത് താൽക്കാലികമായ തടസ്സങ്ങളാണ് എന്ന കാര്യം ഈ മാസം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഒഴിയുകയും അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. രക്ഷപ്പെടുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ, ചില ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. ഈ സമയം നിങ്ങൾ കാരണം വളരെ അനുകൂലമായ കാര്യങ്ങൾ വീടുകളിൽ സംഭവിക്കാൻ, സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനോ സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾ കാരണം അവർക്കും അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. നന്മ വരുമ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കും വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ ഈ സമയം അർഹമായ വിജയങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം നഷ്ടപ്പെട്ടു പോയ ചില അവസരങ്ങൾ അത് തിരികെ വന്ന് ചേർന്നു എന്ന് വരാം. അത്തരം ചില കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ഈ മാസം വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്നതായ സഹായങ്ങൾ അത് മറ്റുള്ളവർക്ക് ചെയ്യുവാൻ ശ്രമിക്കേണ്ടതുമാകുന്നു. ഇതിലൂടെ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കുകയാണ് ചെയ്യുക. കൂടാതെ ഈ സമയം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. അർഹിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതാകുന്നു. ബുദ്ധി വൈഭവത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ചില അവസരങ്ങൾ കടന്നു വന്നു എന്ന് വരാം. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്ന കാര്യവും ഏവരും ഓർക്കുക. രണ്ടാമത്തെ നമ്പറായ 4444 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഉറച്ച മനസ്സോടെ തന്നെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൃത്യമായ തീരുമാനങ്ങൾ ആയതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഒരിക്കൽ തീരുമാനിച്ചാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ ഈ മാസം വന്നു ചേർന്നു എന്ന് വരാം. അതായത് കൃത്യമായ ചിന്തയോടെ ഒരു കാര്യം തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും. എന്നാൽ കഷ്ടതകൾ പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. ഈ മാസവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ ചില കഷ്ടതകളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ, ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഒഴിയുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇടപെടുന്നതിലൂടെ ആ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായ കുടുംബജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ഈ സമയം വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. വീടുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. കുടുംബത്തിന്റെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ചെയ്യുന്നതായ സകല കാര്യങ്ങളിലും അല്പം ഭാഗ്യം അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ചെയ്യുന്നതായ പ്രവർത്തികൾ വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. ഒരിക്കലും അശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനോ പാടുള്ളതല്ല. കഷ്ടതകൾ അനുഭവിക്കും, എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് പരമാവധി ശ്രദ്ധിച്ച് ഒഴിവാക്കേണ്ടതാകുന്നു. പെട്ടെന്ന് പല കാര്യങ്ങളിലും ദേഷ്യം വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തന്മൂലം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അനുകൂലമായ കാര്യങ്ങൾ പോലും ഒഴിവായി പോകും എന്ന കാര്യം ഓർക്കുക. അതിനാൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ ശരിയായി ലഭിക്കുവാൻ നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
പെട്ടെന്ന് വന്നു ചേരുന്നതായ ദേഷ്യം ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അല്പം സാമ്പത്തികപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. നിഷ്കളങ്കമായ വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. മനസ്സിൽ കള്ളമില്ലാത്തവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി തീരും. പലരും നിങ്ങളെ തിരിച്ചറിയുവാൻ ആരംഭിക്കുന്നതുമാണ്. കൂടാതെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, തക്കതായ സമയത്ത് പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ പ്രതികരിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഈ മാസം. അതിനാൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക. മനസ്സിൽ പലപ്പോഴും അഥവാ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള ആലസ്യം, മടി എന്നിവ പ്രകടമാകുന്നതാണ്. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ഒരു മാസം കൂടിയാണ് ഇത്. വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുവാൻ ഇത്തരം കാര്യങ്ങൾ കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹ സാഫല്യം ഈ മാസം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും വിധം അത് അനുകൂലമായി തീരും. അതിനാൽ അത്തരം ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് ശുഭകരമായി തീരും. കാരണം സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കലഹം കുടുംബത്തിൽ ഉണ്ടാവുക എന്ന കാര്യം പലപ്പോഴും സംഭവിക്കുന്നതായ കാര്യമാകുന്നു. എന്നാൽ ഇത്തരത്തിൽ വന്നു ചേരുന്ന കലഹങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കാത്തതായ കാര്യങ്ങൾ അത് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പലപ്പോഴും പൂർണ്ണമാക്കുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ജോലി, തൊഴിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. അത്തരം ചില കാര്യങ്ങളും അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഇത്തരം ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത ഈ മാസം കൂടുതലാകുന്നു. അതിനാൽ തന്നെ കഠിനമായ പരിശ്രമം നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയം കാണുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ കഠിനമായി തന്നെ പരിശ്രമിക്കുക. ഈ സമയം എടുത്തുചാടി ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. നന്നായി ചിന്തിച്ച് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകുവാൻ പാടൂ. അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാം. ആ കാര്യവും ഓർക്കുക. ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ അഥവാ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധ അനിവാര്യം തന്നെയാകുന്നു. അല്ലെങ്കിൽ പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക.